ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്നും കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. നമസ്കാരം സുഹൃത്തുക്കളെ, തലാക്ക് ചൊല്ലു, വിവാഹമോചനം നടത്തൂ. അതെ, പത്തനംതിട്ട ജില്ലയിലെ ഒരു ഇമാമിന്റെ കുട്ടിക്കുറമ്പുകളും കൊച്ചു കൊച്ചു കുസൃതികളുമാണ് നമ്മളിന്ന് ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളെ ഇമാം അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. രണ്ടാമത് വിവാഹം ചെയ്ത 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരമായ തന്തയിലാഴിയ, അങ്ങനെ തന്നെ ഞാൻ പറയും. ഈ തലാക്ക് ചൊല്ലുക എന്ന് പറഞ്ഞാൽ പഴയ ഒരു വിശ്വാസമാണ്. ഈ 2025 ഈ കാലഘട്ടത്തിൽ തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തിയ അണ്ണ ഉള്ളേ പോകുന്നുള്ള കാര്യത്തെ കുറിച്ച് പുള്ളി ചിന്തിച്ച് കാണത്തില്ല. അപ്പം 20 വയസ്സ് വരെ വിവാഹം കഴിച്ച് വാടക വീട്ടിൽ കൊണ്ടുപോയപ്പോഴാണ് പെൺകുട്ടി അറിയുന്നത് ഈ അവരാദ്യമം വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അതുമായി ചൊല്ലി തർക്കം, പിന്നീടെന്തോ പിണക്കം, പിന്നീട് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇയാള് ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഒരു വോയിസ് കോൾ, ഒരു വീഡിയോ കോൾ അല്ല, ഒരു വോയിസ് കോൾ ചെയ്യുന്ന. നമുക്ക് ആ വോയിസ് കോളിലോട്ട് വരാം. ഞാൻ നടത്താൻ നീ ഇപ്പൊ പഠിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞത് ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ? എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു. എടി, നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചൊല്ലിയിരിക്കുന്നടി. ഇനി നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചെല്ലിയ ബന്ധം. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഇമാമാണ്. കാരണം കുറ്റത്തമാണ്. തന്തരക്കാരുള്ളവനെ നീ എന്ത് പറയുന്നേ? തലാക്ക് എല്ലാവരും ഒഴിവാക്കിയത്. എടി, നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു. നിന്നെ 3 തലാക്കും ചൊല്ലിയിരിക്കുന്നടി. ഇനി നിന്നെ ബന്ധം വേണ്ടി വരത്തില്ലല്ലോ. നിന്നെ 3 തലാക്കും ചൊല്ലിയാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം അദ്ദേഹം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. ഇതാണ് തുടക്കം, ഇവിടെയാണ് ആരംഭിക്കുന്നത്. നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വിവാഹാലോചനയായിട്ട് വരുന്നത്. കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത്. അത് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ട് ശാരീരികമായി ഇവർക്ക് എത്ര വേണമെങ്കിലും കല്യാണം കഴിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച്. ഞാൻ അത്തരത്തിലേക്കൊന്നും ആ ഒരു ഘട്ടത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നിയമം അറിയാതെ ഇമാമിനെ പറ്റിപ്പോയ ഒരു വലിയ അമളിയാണ് ഈ ഒരു കേസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും 30 ദിവസം മുതൽ 60 ദിവസം വരെ ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ്. നമുക്ക് മണവാളന്റെ അമ്മയുടെ ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ എനിക്ക് ഇതെന്താ മണികളെ ഒരുക്കോ ഒന്നും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരുടെ കണ്ണുകടി കൊണ്ടാ അന്നെ ഞമ്മക്കൊന്നും കെട്ടിപ്പിടിക്കാൻ പോലും കഴിയാഞ്ഞത്. അതിന് അന്റെ കൽബും കിടക്കുന്നുണ്ടല്ലേ. എനിക്ക് വീഡിയോ തരുന്ന തന്തല കൈറാമന്റെ പണിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലവട്ടം. ഞാൻ അവനെ ഒരു ദിവസം കൊണ്ടുവരാം. നമുക്ക് മണവാളന്റെ അമ്മ പറഞ്ഞ വാർത്തയിലേക്ക് പോകാം. സമയത്ത് അവന് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഉമ്മ മുടി മുറിച്ച് ഉമ്മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ട് വരുന്നത്. അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി, മുടി, മീശയും ട്രിം ചെയ്ത് മുറിച്ച് മാറ്റിയത്. ഉമ്മ തലയൊന്നും അല്ലല്ലോ മുറിച്ചു മാറ്റിയ, മുടിയല്ലയോ? കേരള ജയിലിലെ നിയമപ്രകാരം ഒരു വ്യക്തി പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിലോട്ടും കേരള ജയിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമല്ലോ. ഇന്നാളെ ഇങ്ങനെ പിടിച്ചിടുവല്ലോ. അതിന് പേപ്പറും കാര്യങ്ങളും സീലും ഒപ്പും ഒക്കെ ഉണ്ടല്ലോ. അവിടെ കുറ്റവാളി, അതായത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി, അതായത് കുറ്റവാളി എന്നല്ല, കുറ്റം ആരോപിക്കപ്പെട്ട പ്രതികളുടെ ഫോട്ടോ അതിൽ കൊടുക്കണം. അപ്പൊ നമ്മൾ ആഷ്പൂഷ് കളർ ചെയ്ത് സുന്ദർ അങ്ങനൊന്നും ചെന്ന് അത് പറ്റത്തില്ല. അവരുടെ നിയമവശാൽ അത് ക്ലീൻ ചെയ്ത് ട്രിം ചെയ്ത് മാന്യമായ രീതിയിൽ അവർക്കത് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ചൊവ്വാഴ്ച ദിവസം അവിടെ മുടിയിട്ട ആൾ വരും. അവരത് അത് പ്രത്യേകിച്ച് പരിഗണനയൊന്നും മണവാളനൊന്നുമില്ല. ബാബി ചെമ്മന്നൂരിന് ഇതിന് പരിഗണന കിട്ടിയത് കൊണ്ടാണ് ആ ജയിലിലെ 2 ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവർക്ക് സസ്പെൻഷനോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പൊ അതല്ലാത്ത വർഷം ഇതിനകത്ത് എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അവിടെ മുടി മുറിക്കുക വിട്ട്. പിന്നെ ഈ മണവാളന്റെ ആ ഒരു ജയിലിലോട്ടുള്ള യാത്ര വീഡിയോയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം വളരെ ചില്ലാണ്. എന്നെ പോലെ തന്നെ അച്ഛാമ്മ ഞാൻ വന്നിട്ട് പറയാം ആ സാധനം പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ പെരുമാറേണ്ട രീതിയിലേ പെരുമാറാവൂ.
അവിടെ അവർക്ക് നമ്മളോട് സ്നേഹം തോന്നുന്നത്, എവിടെ ചെന്നാലും നമുക്ക് സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിപ്പോൾ ജയിലെന്നൊന്നുമില്ല, എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇച്ചിരി പരിഗണനയൊക്കെ അവർ തരും. ഞാൻ താടി വടിച്ചിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ലൂസിഫർ സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പൃഥ്വിരാജ് മോഹൻലാലൻ ചെയ്യുന്ന രണ്ടാമത്തെ ലൂസിഫർ അല്ല, എംബറാനിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് ഒരു ഇത് തോന്നി, അങ്ങനെ അവര് ഇത് ചെയ്തു. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തുണ്ടായി മോനിയെന്ന്. അപ്പോഴാണ് മോൻ പറയണത് അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് രണ്ടാള് വേറെ ചവിട്ടി പിടിച്ചിട്ടൊക്കെയാണ് അവന്റെ മുടി മുറിക്കുന്നതും താടി മീശൊക്കെ മുറിക്കുന്നത്. അപ്പൊ അവന് കുഴഞ്ഞു വീണ് നോക്കുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ജയിലിൽ ഇത്തരത്തിലുള്ള അടിയും വഴക്കുകളൊക്കെ ഉണ്ടാവാറുള്ള, പക്ഷെ ഈ അടിയും വഴക്കും ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ബന്ധുക്കളോട് സംസാരിക്കാൻ 2 ആഴ്ചത്തേക്ക് അവർ അവസരം തരത്തില്ല. അത് ഫോൺ വഴി വിളിക്കാനോ നേരിട്ട് കാണാനുള്ള അവസരം തരും. ഈ 2 ആഴ്ച കൊണ്ട് നമ്മുടെ ദേഹത്തെ മുറിവുകളും പാടുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾ വന്നാൽ ഈ ഒരു കഥ അവർ പറഞ്ഞാൽ ബന്ധുക്കൾ കേസ് രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന്റെ ഇടയ്ക്ക് നമ്മളെ എത്തിക്കുവാണെന്നുണ്ടെങ്കിൽ ദേഹത്ത് പാടൊന്നും ഇല്ലെങ്കിൽ ഇത് വലിയ കാര്യമില്ല. പക്ഷെ ഇവനെ അപേക്ഷിച്ചിടത്തോളം മാനസിക നില തെറ്റി അവരുടെ ആ ഒരു ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ മാറ്റി അവിടെ ഈ മാതാപിതാക്കൾക്ക് പോയി കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഉള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ അദ്ദേഹത്തിന് ആ പയ്യനുണ്ടായ ബുദ്ധിമുട്ടുകളെ ചൂണ്ടിക്കാണിച്ച് കേസ് രജിസ്റ്റർ ചെയ്താൽ നമ്മളെ ജയിലിലേക്ക് വിട്ട മജിസ്ട്രേറ്റിനെ അത് ബാധിക്കും. കാരണം മജിസ്ട്രേറ്റിന്റെ ഉറപ്പും പുറത്താണ് നമ്മൾ ജയിലിൽ പോകുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മജിസ്ട്രേറ്റിനാണ് ഉത്തരം പറയേണ്ടത്. അപ്പം അത് മജിസ്ട്രേറ്റ് കൃത്യമായി ഈ ഒരു കേസിൽ മണവാളന്റെ ഭാഗത്ത് നിന്നും മണവാളന്റെ സൈഡ് കേട്ടതിന് ശേഷം, തന്തയില്ലാത്തൊരു സ്പീക്കർ കേട്ടതിന് ശേഷം കൃത്യമായ ഒരു നടപടി ഇതിലെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് കണ്ടതിന് ശേഷം നമുക്കിത് നിർത്താം. പുരുഷ കമ്മീഷൻ എന്തിനാണ്? ആദ്യം തന്നെ പറയട്ടെ, വനിതാ കമ്മീഷന് ബദലോ എതിരോ അല്ല പുരുഷ കമ്മീഷൻ. പക്ഷേ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ? ഒരു സ്ത്രീക്ക് കോടതിയിൽ പോകാമല്ലോ, ഒരു സ്ത്രീക്ക് മനുഷ്യാവകാശ കമ്മീഷന് പോകാമല്ലോ. എന്നിട്ടും വനിതാ കമ്മീഷൻ ഉള്ളതിന്റെ കാരണം സ്ത്രീകളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഓപ്പണായിട്ട് അവർക്ക് സംസാരിക്കാനും കഴിയുന്ന ഒരു കേന്ദ്രമാണ് വനിതാ കമ്മീഷൻ. സ്ത്രീകളുടേതായ പ്രത്യേക പ്രശ്നങ്ങൾ പഠിക്കാനും അത് പരിഹരിക്കാനുമാണ്. അതേപോലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനും ഞങ്ങളുടെ വ്യക്തിപരമായ വിഷമങ്ങൾ സംസാരിക്കാനും ഞങ്ങൾക്ക് വേണം ഒരു കേന്ദ്രം. ഞങ്ങളെ കൊണ്ട് മാനസിക നില തെറ്റിയ കേന്ദ്രത്തിലേക്കല്ല വിടേണ്ട. ഞങ്ങളുടെ വിഷമം കേൾക്കാൻ, ഞങ്ങൾക്ക് സംസാരിക്കാൻ, ഞങ്ങളുടെ പരാതി, വ്യാജ പരാതി കൊടുത്ത് ഞങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ പല സ്ത്രീകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പുരുഷനൊരു കമ്മിറ്റി അല്ലെങ്കിൽ പുരുഷനൊരു സമിതി ഇല്ലാത്തതിന്റെ പേരിൽ, ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ആരും ഇല്ലാത്തതിന്റെ പേരിൽ ഇനി വരാൻ പോകുന്ന ഈ വന്ന തലമുറയുടെ കൂടെ നമുക്കൊരു കമ്മീഷൻ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കും വേണം, നമുക്കും കേൾക്കാനായിട്ട് ആൾക്കാർ വേണം. അപ്പം അതിന് ഞാൻ യോജിക്കുന്നു. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പല കാര്യത്തിലും നമുക്ക് യോജിക്കാൻ എന്നാൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അദ്ദേഹം ക്രൗഡിന്റെ പൾസ് മനസ്സിലാക്കി ഇപ്പൊ വർക്ക് ചെയ്യുന്നത്, അത് അദ്ദേഹത്തിന്റെ കഴിവ്. ക്രൗഡിന് എന്താണ് ശരിക്കും വേണ്ട ആ റിയാലിറ്റി അദ്ദേഹം മനസ്സിലാക്കി. പണ്ടത്തെ പോലുള്ള മറ്റേ നാടകീയതയൊക്കെ വിട്ടു. ക്രൗഡിന്റെ പൾസ് മനസ്സിലാക്കി ക്രൗഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുക. പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ രാഹുൽ ഈശ്വറിന്റെ കൂടെ ഞാൻ നിൽക്കും. എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കും വേണം ഒരു കമ്മിറ്റി. കേരള ജനക്കൂട്ടം വിക്കിത്തെ പവേഡ് ബൈ എത്രയും പ്രിയപ്പെട്ട രമാവേലു.